നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല പട്ടുപോലെ നല്ല നൈസായിട്ടുള്ള ഒരു ഒഴിച്ചട ഉണ്ടാക്കാം. നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള ഒഴിച്ചട 2 വർഷം മുന്നേ ഇട്ടിരുന്നു. അത് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായ റെസിപ്പിയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് ഉണ്ടാക്കുന്ന രീതിയിട്ടാണ് നമുക്ക് കുറേ പേർക്ക് അത് ഒലിച്ചു പോകുമെന്നൊക്കെ പേടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ടൈപ്പിൽ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പഴമൊക്കെ ചേർത്തിട്ടുള്ളൊരു ഫില്ലിങ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കട്ടിയിൽ തന്നെ ഒരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാനിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ശർക്കര എപ്പോഴും മേടിച്ച് കഴിഞ്ഞാൽ പാനിയാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ലൈഫ് കൂടുതലായിട്ട് കിട്ടും ശർക്കരയ്ക്ക്. അങ്ങനെ 1/2 കപ്പ് ശർക്കര പാനി നമ്മൾ ഒന്നുകൂടി ചൂടാക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാക്കി നന്നായിട്ടൊന്ന് വലിഞ്ഞ് വരണം. നല്ല തിക്കായിട്ട് വരണം. കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരണം. കാരണം നമ്മളിതിൽ നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കരുത്. അപ്പോൾ അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നാളികേരത്തിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകം, സാധാരണ നല്ല ജീരകം പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം ഇതിട്ട് ചൂടാക്കരുത്. ഉടനെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അവലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ. അത് നമ്മുടെ കട്ടിയുള്ള അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഉടനെ തന്നെ. ഇനി ഇതിലേക്ക് ഞാൻ പഴം ചേർക്കുന്നുണ്ട്. ഞാലിപ്പൂവനാണ് ചെറിയതാക്കിയിട്ട് നല്ല കുനുകുനാന്ന് ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടേക്കണത്. ഇതിലേക്ക് വേറെ നേന്ത്രപ്പഴമോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അപ്പോൾ പഴം ഇടുമ്പോൾ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പഴം ഇട്ടാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ അന്ന് അരിപ്പൊടിയിലിട്ട് 2 വർഷം മുന്നേ കാണിച്ച അതേ രീതിയിലാണ്. അതാദ്യം കാണിക്കാം. അന്ന് കാണിച്ചതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഇല മടക്കിയതിന് ശേഷം 2 സൈഡും അറ്റങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ സ്റ്റീം ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഇതുപോലെ കുറേ കമൻസ് വന്നു. ഇതുപോലെ ഒലിച്ചു പോവുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു, ടെൻഷൻ്റെ എല്ലാവർക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ടുള്ള ഒരു വഴി വേറൊരു ടൈപ്പ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പും ഇന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട് ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ആട്ടമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി, നൈസ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിലേക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ആ ഗോതമ്പ് പൊടിയിലേക്കൊക്കെ ആ പൊടിയൊക്കെ ഒന്ന് മിക്സ് ആക്കുക, അരിപ്പൊടി. അതിന് ശേഷം 1 കപ്പ് വെള്ളം, സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള സാധാരണ വെള്ളം ആണ്, അതൊഴിച്ച് മിക്സാക്കി കൊടുക്കുക. അപ്പം ഞാൻ അളവ് കാണിക്കാനായിട്ടാണ് 1 കപ്പിൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കണം. വല്ലാണ്ട് വെള്ളം കൂടുതൽ ഫസ്റ്റ് തന്നെ ഒഴിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ആ കൺസിസ്റ്റൻസി അങ്ങോട്ട് പോകും. വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ ഒഴിച്ചടയാന്ന് വിചാരിച്ച് നമ്മൾ വല്ലാണ്ട് ഒലിപ്പിച്ച് അങ്ങോട്ട് ലൂസാക്കിയിട്ട് ഉണ്ടാക്കരുത്. അപ്പോൾ അതാണ് പെട്ടെന്ന് ഒലിച്ചു പോകും. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പിന് ശേഷം വീണ്ടും 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ട ആദ്യം തന്നെ ഉടച്ച് കളയാം. നന്നായിട്ട് ഉടച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട് എത്ര മതിയാവും വെള്ളം. ഞാൻ കയ്യിലുകൊണ്ട് ഇതുപോലെ കോരുമ്പോൾ ഇതുപോലെ, ദോശമാവല്ല കേട്ടോ, അതിനെക്കാട്ടും കുറച്ചും കൂടെ കട്ടിയിലാണ് ഇതുപോലെയാണ് വരേണ്ടത് നമ്മുടെ മാവ്. അപ്പോൾ ഇതിലേക്ക് ഇനി വേറെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഉണ്ട്. ആ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ കൈ കൊണ്ടൊന്ന് വടിച്ചു കൊടുത്താൽ അതുപോലെ നിൽക്കണം, ഒലിച്ച് വരരുത്. ആ ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ 1 കപ്പും രണ്ടാമതെടുത്ത കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ 1 കപ്പും 1 ടേബിൾ സ്പൂണാണ് എനിക്കിവിടെ ആവശ്യം വന്നത്. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി അത്രയും വെള്ളം തന്നെ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ, കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഏതാണെന്ന് വെച്ചാൽ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഒഴിവാക്കരുത് കേട്ടോ, എന്തായാലും ഒഴിച്ച് കൊടുക്കണം 1 ടീസ്പൂൺ. നല്ലൊരു സിൽക്കി സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ്. അപ്പോൾ മാവ് മിക്സാക്കി കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. നേരെ നമുക്ക് ഒഴിച്ച ഉടനെ തന്നെ ഇതിലേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ പഴയ മോഡൽ നമ്മൾ ആദ്യം ഉണ്ടാക്കാം. വാട്ടിയ ഇലയിൽ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് വെളിച്ചെണ്ണ പാടില്ല, അത് വിട്ടുപോരാൻ പാകത്തിന് മാത്രം. ഒരു ടിഷ്യൂവിൽ ഞാൻ 2 തുള്ളി ഒഴിച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ. അതിലേക്കാണ് നമ്മളിതുപോലെ മാവ് കോരി ഒഴിച്ച് നൈസായിട്ട് പരത്തിയെടുക്കുക. 2 സൈഡുകളിലേക്കും ഈ 2 വശങ്ങളിലേക്ക്
വരാത്ത രീതിയിൽ ഇതുപോലെ ഇട്ടിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. 2 അരികും മടക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് അന്ന് ചെയ്തത്. ഇത് നേരെ കമത്തി വെച്ച് കൊടുക്കുക. ഇതങ്ങനെ സ്റ്റീമറിലേക്ക് കമത്തി വെച്ച് കൊടുക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതിങ്ങനെ തന്നെ നേരെ മടക്കിയിട്ട് 2 സൈഡും ഫോൾഡ് ചെയ്യണ്ട. ഫോൾഡ് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ മടക്കി നേരെ വെച്ച് കൊടുക്കാം. അത് ഒലിക്കൊന്നുമില്ല. പിന്നെ ഇതുപോലെ നിരത്തി വെച്ച് ഞാൻ ഇപ്പോൾ 2 ഉണ്ടാക്കണുള്ളൂ. കുറേ ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണം ഒറ്റ ട്രിപ്പിലാണ് ഉണ്ടാക്കാം. നിരത്തി ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. മുകളിലായിട്ടൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ലാത്തവർക്ക് പേടിയുള്ളവർക്ക് പിന്നെ രണ്ടാമത്തെ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകളിലായിട്ട് നമ്മൾ തട്ടിഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയില്ലേ, പഞ്ഞിയപ്പം വട്ടയപ്പൊക്കെ ഉണ്ടാക്കിയ തട്ടാണിത്. ഇതിപ്പോൾ എൻ്റെ 2 തട്ടുള്ളതാണ്. ഇത് കുറേ തട്ടുകൾ 6 തട്ട് 5 തട്ടൊക്കെ ഉള്ളത് തട്ടുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ അന്ന് ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ തട്ടുണ്ടെങ്കിൽ അന്ന് മേടിച്ചവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും കൂടുതൽ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ തട്ടുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒലിക്കുമോ എന്നുള്ള പേടി വേണ്ട. പെട്ടെന്ന് തന്നെ പരത്തി ഇതിലേക്ക് വെച്ചിട്ട് നേരെ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇഡ്ഡലി തട്ടിൽ വെക്കാമോ എന്ന് ചിലപ്പോൾ ഇനിയിപ്പോൾ കമൻസിലൊക്കെ ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിലേ തന്നെ ഇപ്പം തന്നെ എല്ലാം പറഞ്ഞു വെക്കണത്. ഇഡ്ഡലി തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ മുകളിൽ തട്ടുമോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മുകളിൽ അടുപ്പിച്ചാണ് തട്ടുകൾ വരുന്നത് ഇഡ്ഡലിയുടെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ഇറ്റ് വീഴും ചിലപ്പോൾ, ആവി തിരിച്ച് ഇതിലേക്ക് തന്നെ വീഴാതെയും അതും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇഡ്ഡലി തട്ട് ഒഴിവാക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് പ്ലേറ്റ് ആദ്യം വയ്ക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ഇത്തിരി വലിയ പ്ലേറ്റ്, അങ്ങനെ നിലയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ തട്ടുകളിലേക്ക് അതുപോലെ ഇല വെച്ചു. വാഴയില വാട്ടിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അതുപോലെ വെളിച്ചെണ്ണ തടവാനായിട്ട് മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ടു പോന്നോളും. അതിലേക്ക് അതുപോലെ കോരി ഒഴിച്ച് നമുക്ക് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇതിലാകുമ്പോൾ ഞാൻ നേരെ തന്നെ ഇത് മടക്കി, മറ്റേ സാധാരണ നമ്മുടെ അടയുടെ പോലെ തന്നെ മടക്ക് വരുന്നില്ല, നേരെ തന്നെയാണ് വേവിക്കണത്. അപ്പോൾ അതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് ജസ്റ്റ് വെള്ളമൊന്നും അതിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ് കുറച്ച് ഭാഗം ഒന്ന് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഇല അതുപോലെ ഒന്ന് മടക്കി വയ്ക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ അട ഫോൾഡ് ചെയ്യണ പോലെ തന്നെ ഇതിൽ ഫോൾഡ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഒലിക്കുന്ന അങ്ങനെ പേടി വേണ്ട, പ്ലേറ്റിലേക്ക് തന്നെയല്ലേ ആവുള്ളൂ. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി തട്ടിലേക്ക് കയറ്റുക. ഉടനെ തന്നെ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയാൽ നല്ല എളുപ്പമാണ്, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് വെക്കുക. എന്നിട്ട് 15 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം. വെച്ചിട്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിയതിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്നെടുക്കുക. അപ്പോൾ അതുപോലെ പതുക്കെ ഒന്ന് തുറന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല നൈസ് അടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. കാരണം അത്ര നല്ല ടേസ്റ്റാണ്. നല്ല സിൽക്കി, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു അട. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ആണ് അടകൾ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പും അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പരന്നിട്ട് തന്നെയാണല്ലോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ പരന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ കാണിച്ചു തരാം. കാരണം അത്രയും സോഫ്റ്റാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് പിന്നെ കഴിക്കാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കാണിച്ചു തരാം. ഇത് പിന്നെ വിടിയിക്കുമ്പോഴും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വിടിക്കാനായിട്ട് അതിൻ്റെ ഒരു ഭാഗത്തൊക്കെ കണ്ട ചിലത് നല്ല നൈസായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കൈ കൊണ്ട് ആദ്യം വട്ടനെ കംപ്ലീറ്റ് എല്ലാ വശങ്ങളും ആദ്യം ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടർന്ന് പോന്നോളും. ഇവിടെ നല്ല സിൽക്കി സ്മൂത്തായിട്ടുള്ള അടകളാണ്. അപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്യാനായിട്ട് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ കണ്ട അട അങ്ങനെ തന്നെ ഇല വേണമെങ്കിൽ പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തിയിട്ട് എടുക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ തൊടുമ്പോഴേക്കും അത് പൊട്ടി പോകും. അത്രയും നൈസാണ്, നല്ല സോഫ്റ്റാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെയും നമുക്ക് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കേണ്ടവർ പഴയ വീഡിയോ നമ്മുടെ കാണാത്തവരുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും ഇല്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.